പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനെ അധിക്ഷേപിച്ച് SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ. വി ഡി സതീശൻ ചുക്കും ചുണ്ണാമ്പും അറിയാത്ത നേതാവെന്ന് പരിഹാസം. പ്രതിപക്ഷ നേതാവ് ഈഴവ വിരോധിയെന്നും പരാമർശം. മുസ്ലിം വിഭാഗത്തിന് കൂടുതൽ പരിഗണന കിട്ടുന്നുവെന്ന ആരോപണവും വെള്ളാപ്പള്ളി നടേശൻ ആവർത്തിച്ചു. ഒരു പ്രതിപക്ഷ നേതാവ് ഉണ്ട്, അദ്ദേഹത്തിന്റെ പേര് മറന്നുവല്ലോ, വി ഡി സതീശൻ. ഇങ്ങനെ കേരളം കണ്ടതിൽ വെച്ചിട്ട് ഒരു പരമ പന്നനെ ഞാൻ കണ്ടിട്ടില്ല. പന്നനെന്ന് തന്നെ ഞാൻ പറയുന്നു. ഒരു പ്രതിപക്ഷ നേതാവ് നിലയിലുള്ള ഒരു മാന്യതയും മര്യാദയും കൊടുത്ത് സംസാരിക്കുന്ന രീതിയിലുണ്ടാവും. VS അച്ഛൻ ഇവിടെ പിണറായിയൊക്കെ കായികമുണ്ട്, അവിടെ നന്ദയുടെ പ്രായമുണ്ട്, കായികമുണ്ട് വർത്തമാനമൊക്കെ പറഞ്ഞ കേട്ടാൽ അയാൾ കണ്ട് ക്ലിൻ്റൺ ആണെന്ന് തോന്നുന്നു. ഈ തറ എനിക്ക് വയസ്സ് 88 ഉണ്ടെന്ന് 89ാമത്തിലേക്ക് പ്രവേശിക്കാൻ ഒരു മാസം കൂടിയുള്ളൂ. ഞാൻ ഒരുപാട് രാഷ്ട്രീയക്കാരെ കണ്ടിട്ടുണ്ട്. ഇത്തരം പറയുന്നൊരു വീഡിയോയെ ഞാൻ ജനിച്ചു കണ്ടിട്ടില്ല. മാത്രമല്ല ഒരു വിരോധി. ശ്രീനാരായണ ഗുരു എന്തു പറയാൻ പാടില്ലെന്ന് പറഞ്ഞു, അതാണ് വെള്ളാപ്പള്ളി പറയുന്നത് എന്ന് പ്രതിപക്ഷ നേതാവിന്റെ മറുപടി. അദ്ദേഹത്തോട് ഞാൻ മറുപടി ഒന്നും പറയുന്നില്ല. ശ്രീനാരായണ ഗുരുദേവൻ എന്താണ് പറയാൻ പാടില്ല എന്ന് പറഞ്ഞിരിക്കുന്നത് അത് അദ്ദേഹം പറയുന്നെന്ന് മാത്രമേ എനിക്ക് അദ്ദേഹത്തെക്കുറിച്ച് പരാതിയുള്ളൂ. കേരളത്തിൽ ന്യൂനപക്ഷ നേതാക്കളാണെങ്കിലും ഭൂരിപക്ഷ സമുദായത്തിന്റെ നേതാക്കളാണെങ്കിലും വർഗീയത പറഞ്ഞാലും ഞാൻ പറയും, ഞങ്ങൾ പറയും. വർഗീയത പ്രചരിപ്പിക്കാനും വിദ്വേഷ ക്യാമ്പയിൻ നടത്താൻ ശ്രമിച്ചാലും ഞങ്ങൾ ഉറപ്പായിട്ട് പറഞ്ഞിരിക്കും. അതിനെതിരെ പറഞ്ഞിരിക്കും. ഒരു സംശയവും വേണ്ട. അത് തെരഞ്ഞെടുപ്പൊന്നും ഞങ്ങൾക്ക് വിഷയമൊന്നുമല്ല. രാഹുൽ വിജയനോട് വിവരങ്ങളുമായി ഇപ്പോൾ ഇടുക്കിയിൽ നിന്ന്. രാഹുൽ, എന്താണ് വെള്ളാപ്പള്ളി പറയുന്നത്? ഉന്മേഷ്, വിവാദ പരാമർശങ്ങൾ SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ ആവർത്തിക്കുകയാണ്. മലപ്പുറവുമായി ബന്ധപ്പെട്ട വിവാദ പരാമർശമാണ് ഇന്ന് നടത്തിയത്. മൂവാറ്റുപുഴ പണ്ടപ്പള്ളിയിൽ SNDP നേതൃയോഗവുമായി ബന്ധപ്പെട്ട പരിപാടിക്കിടെയായിരുന്നു ഇത്തരം വിവാദ പരാമർശം എന്നുള്ളതായിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിൽ ആദ്യം പറഞ്ഞത് മലപ്പുറത്ത് വിദ്യാഭ്യാസ മേഖലയിൽ ഉൾപ്പെടെ വിവേചനം നേരിടുന്നുണ്ട്, കൂടുതൽ സ്ഥാപനങ്ങൾ ആർക്കാണ് ഉള്ളത്, മുസ്ലിം സമുദായത്തിനാണ് ഉള്ളത് എന്നതടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടായിരുന്നു ഇത്തരമൊരു വിവാദ പരാമർശം നടത്തിയത്. മാത്രമല്ല, ഇത്തരം കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ തനിക്കെതിരെ കൊടുവാളുമായിട്ട് ആളുകൾ ഇറങ്ങും, താൻ ഈ പറഞ്ഞ നിലപാടിൽ യാതൊരു മാറ്റവുമില്ല, ഇനിയും ഇത്തരം കാര്യങ്ങൾ ആവർത്തിക്കുമെന്നുള്ള കാര്യം കൂടി വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു. അതിനിടയിലാണ് തന്നെ ഇതിനിടയ്ക്ക് തിരുത്താൻ ശ്രമിച്ച വി ഡി സതീശനെതിരായിട്ടുള്ള പരാമർശം വന്നിരിക്കുന്നത്. മോശമായിട്ടുള്ള വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ടായിരുന്നു ആദ്യമുള്ള പരാമർശം. അതിന് പിന്നാലെ ഈഴവ വിരോധിയാണ് വി ഡി സതീശനെന്നും ഈഴവനായിട്ടുള്ള K സുധാകരനെ ആദ്യം ഒതുക്കി. അത്തരത്തിലുള്ള സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. മാത്രമല്ല, വി ഡി സതീശന് വെള്ളാപ്പള്ളിയോട് വിരോധമാണ് എന്നടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഈ പരാമർശങ്ങളൊക്കെ നടത്തിയത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെ വിവാദ പരാമർശങ്ങൾ അത് തുടർക്കഥയായിട്ടും യാതൊരു തരത്തിലുള്ള കുറവും വെള്ളാപ്പള്ളി നടേശൻ അത്തരം പരാമർശങ്ങളിൽ വരുത്തുന്നില്ല എന്നുള്ളത് വളരെ ശ്രദ്ധേയമായ കാര്യമാണ്. നേരത്തെ മലപ്പുറത്തും പിന്നീട് കോട്ടയത്തും അതിനുശേഷം എറണാകുളത്തും ഇപ്പോൾ എന്തായാലും ഈ മൂവാറ്റുപുഴ പണ്ടപ്പള്ളിയിലും സമാനമായിട്ടുള്ള വിവാദ പരാമർശങ്ങൾ നടത്തിയിരിക്കുന്നു. അതിൽ ഒരു പരിധി കൂടി കടന്ന് വി ഡി സതീശനെതിരായിട്ടുള്ള പരാമർശം അത് വലിയ കടുപ്പത്തിൽ തന്നെയാണ് അത്തരം പരാമർശം നടത്തിയിരിക്കുന്നത് എന്നുള്ള കാര്യം കൂടി എടുത്തു പറയേണ്ടതാണ്. ഇപ്പോഴും ഈ വെള്ളാപ്പള്ളി നടേശനെതിരായിട്ട് ഏതെങ്കിലും തരത്തിൽ കേസുകൾ എടുക്കുകയോ അല്ലെങ്കിൽ ശക്തമായ നടപടിയിലേക്ക് പോവുകയോ ചെയ്തിട്ടില്ല എന്നുള്ളതും ശ്രദ്ധേയമാണ്. രാഹുൽ വിജയനാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.